രാവിലെ എണീച്ച് മുറ്റത്തൂടെ തേരാപാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴാണ് കേട്ടോ കറുവത്ത മരത്തമ്മേ 4-5 കറുവത്ത നമ്മളെ കണ്ണിൽ പെടുന്നത്. അങ്ങനെ പിന്നെ എനിക്ക് ഉച്ചക്കാണ് ഇന്നത്തെ ഷിഫ്റ്റ്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചിരുന്നു ആ കറുവത്ത കൂട്ടാൻ ഉണ്ടാക്കി കൊണ്ടുപോകാൻ കേട്ടോ. അങ്ങനെ വെറുതെ പോയിട്ട് നേരെ തോട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് തോട്ടി തല തിരിച്ചായിട്ട് കറുവത്തൻ്റെ മൂട്ടിന് 2-3 കുത്തെടുത്തായിട്ട് തള്ളിയിട്ടിട്ടോ. ആദ്യത്തെ 2-3 കുത്തിന് കറുവത്തൊക്കെ ഒരു എളിച്ചാട്ടിക്കലിട്ടോ. ഇമെന്ന് ഇങ്ങോട്ട് പോരാൻ മടി. ഇവിടെ ഇങ്ങനെ മറ്റേ തേനൊൽപ്പിച്ചവിടെ കുത്തിരിക്കുക കേട്ടോ. 3-മത്തെ കുത്തൊക്കെ ആയപ്പോഴത്തേന് പിന്നെ അതിൻ്റെ തലയൊക്കെ വീകാത്ത ഭാഗ്യം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പറിച്ച കറുവത്ത. കൂട്ടത്തിൽ നല്ലോണം മൂത്ത കറുവത്ത തന്നെ കേട്ടോ. അതിന്മേൽ നല്ലോണം കറി ഒലിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ മുറ്റത്തെ പൈപ്പിൻ്റെ വിട്ട് പോയിട്ട് അതൊക്കെ നല്ലോണം ഉരച്ച് തേച്ചൊക്കെ നന്നാക്കിട്ടോ. ഇനിയിപ്പോൾ അതൊക്കെ തോലെത്തി നന്നാക്കി ഉണ്ടാക്കണം കേട്ടോ. മുറ്റത്ത് പോയി കുത്തിരുന്നിട്ട് ഞാൻ ആ കുപ്പയൊക്കെ ഇങ്ങനെ ചെത്തിട്ടാഞ്ഞ തോലൊക്കെ. അപ്പോഴാണ് കേട്ടോ നമ്മളെ താറാവളം അവിടെ എത്തുന്ന ഐറ്റൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ മാതിരിയാണ് ഇതൊക്കെ ഐറ്റൊക്കെ തിന്നാനുള്ളതാണ് ഐറ്റങ്ങളെ പൂതി. എന്നാലോ ബറ്റിട്ടെടുത്ത ഐറ്റൊക്കെ മാണ്ടിയും വരൂല. അങ്ങനെ നമ്മളെ കറുവത്തൊക്കെ തോലെത്തിയിട്ട് നല്ല കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. താറാവൾ ഇങ്ങനെ മൂട്ടിൽ കുത്തി നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ഇതേപോലെ നമ്മൾ ഒരു പലമേ വെച്ചിട്ട് നടുവെടുക്ക് കയറിയിട്ടോ. അവിടെ പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ വരണ്ടി നന്നാക്കി. ഇനി ഇത് നമുക്ക് സ്ലൈസർമേ വെച്ചിട്ട് എരിഞ്ഞു കൊടുക്കണം കേട്ടോ. വരണ്ടി നന്നാക്കിയ കുരുവൊക്കെ നമ്മൾ അടിച്ചുകൂട്ടി ഭാര്യയായിട്ട് കുപ്പയെ കൊണ്ടുപോയിട്ടാളണം കേട്ടോ. എന്നാലേ പിന്നെ അടുത്ത പടവും മുളിച്ചട ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിമേലും കറുവത്തുണ്ടാകുമ്പോൾ നമുക്ക് തന്നെ തിന്നാലോ. അപ്പോഴത്തിന് ഉച്ചക്ക് കൊണ്ടുപോകാനുള്ള ചോറ് അടുപ്പത്ത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ കൂട്ടാനാക്കിയാൽ മതിയല്ലോ പറഞ്ഞിട്ട് ഞാൻ ഫുള്ള് വരണ്ടി നന്നാക്കുകയാണ് കേട്ടോ. അപ്പോഴത്തിന് മുറ്റത്തൊരു മയപ്പാറ്റലും മൂടികെട്ടലും ഒക്കെ പാടട്ടോ. അപ്പോൾ ഞാൻ നേരെ പാഞ്ഞ മേലാണ്ടത്തേക്ക് ആ ചോടട്ടി കൊണ്ടുവരുന്ന കൊപ്പരയാണ് കേട്ടോ. പിന്നെ കുറച്ച് നേരം കൂടിയും കുത്തിരുന്ന് നമ്മളത് ഫുള്ള് ഇങ്ങനെ എരിഞ്ഞുണ്ടാക്കിട്ടോ. കറുവത്ത ചോടട്ടി കൊണ്ടുവന്ന് ഇവിടെ അവത്തെത്തി നോക്കിയപ്പോൾ അതാ പുറത്ത് പിന്നെ അപ്പോഴത്തിന് പെരുമ്പയിലറച്ചിട്ടോ. അപ്പോൾ പിന്നെയും കൊപ്പര റിട്ടേൺ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിട്ടിട്ടോ. പിന്നെ നമ്മൾ അടുപ്പത്ത് ഇത് നമ്മളെ കൂട്ടാൻ റെഡിയാക്കാൻ വേണ്ടി ഒരു കല്ലെടുത്ത് ചീഞ്ചട്ടി നേരെ അടുപ്പത്തേക്ക് വെച്ച് വെളുക്ക് കത്തിച്ചിട്ടോ. വെളുക്ക് കത്തിച്ചേണ്ട താമസമുള്ളൂ. അടുപ്പിലൊറ്റക്ക് തന്നെ ഒരു തീയെത്തി. എന്നാലും ഒരു രസത്തിന് വെളുക്കാടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചിട്ടോ. അങ്ങോട്ട് പിന്നെ ആ ചട്ടി നല്ലോണം ചൂടാക്കിയിട്ടോ. അതിന് ശേഷം നമ്മൾ നേരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അപ്പോഴാണ് അവുത്തുനിന്ന് ഉമ്മാൻ്റെ വിളിച്ചെൽക്കാതെ ആ വെളുക്ക് കെടുത്തിക്കൊഞ്ഞ് ഇപ്പോൾ അടുത്ത കാസറ്റ് റേഷൻ പീടിയിൽ നിന്ന് എന്നാ കിട്ടുകയെന്ന് വിചാരിച്ചിരിക്കണമെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ നേരെ വെളുക്ക് കെടുത്തി കറുവത്തിയും വെളിച്ചെണ്ണയും കടകവും ഇപ്പും പച്ചളും ഒക്കെയാണ് കേട്ടോ നമ്മളതിലെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അത് പിന്നെ നല്ലോണം തിരിച്ചും മറിച്ചും ഇങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് എടുക്കുക. പിന്നെ അതിൽ ഉപ്പുണ്ടോന്നൊക്കെ നമ്മൾ നോക്കണം ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഞാൻ കുറച്ച് നേരം മൂടിച്ച് വേവിച്ചതിന് ശേഷം നേരെ ബന്ധം തോന്നിയപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടോ. പിന്നെ ഉച്ചക്ക് ഇതാ ചോറ് കൊണ്ടുപോകാൻ വേണ്ടി ഇമ്മ ചോറ്റും പാത്രത്തിലാക്കിയെന്ന്. മീൻചാറൊക്കെ ഉണ്ടായിന്. പിന്നെ ഞാൻ എടുത്തില്ല. എന്താ വെച്ചാൽ നമ്മളെ കൂട്ടത്തിലുള്ള ഓരോരുത്തർ പലവിധ ചാറ്റിൻ്റെ എല്ലാം കൊണ്ടുവരുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓരോരുത്തരുടെ പാത്രത്തിൽ കൈയിട്ട് വാരി തിന്നുമ്പോഴൊരു സുഖം വേറെ തന്നെയാണല്ലോ. അങ്ങനെ റേഷൻ പീടികയിലെ തഴച്ചാ വീണ അരിയും ഓരോരുത്തരെ കൂട്ടാനും കൂട്ടി ഇങ്ങനെ തിന്നുമ്പോഴൊരു സ്വാദ് വാവും. ഇനിയിപ്പോൾ കുടുംബശ്രീത്തെ ചോറ് ഒഴിവാക്കണമെന്നാണ്. ഓരോരുത്തർ തിന്നാൻ വന്നപ്പോൾ ഓരോരുത്തർ പാക്ക് ചെയ്ത് വരെ പോലെ എടുത്തിട്ടുണ്ടായിട്ടോ. അങ്ങനെ മോരുകറിയും വൈതന പൊരിച്ചതും സോയാബീനും ഒക്കെ കൂട്ടി ഇങ്ങനെ കുഴച്ച് തിന്നുമ്പോഴൊരു ടേസ്റ്റ്. അങ്ങനെ ചോറയിപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം പോയിട്ട് കൈയൊക്കെ ഇട്ടോ. കാരണം അധികം നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. കൈ ഉണങ്ങിയ കല്യാണം നേരം